ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന രോഗം ബാധിച്ചവർക്ക് സർക്കാർ മെഡിക്കൽ കോളേജ് വഴി സൗജന്യമായി നൽകി വരുന്ന ഇഞ്ചക്ഷൻ മാസങ്ങളായി നിലച്ചെന്ന് പരാതി. ഇതുമൂലം മാസം വലിയൊരു സംഖ്യ മരുന്നിനായി കണ്ടെത്താൻ നട്ടം തിരിയുകയാണ് പല രോഗികളും. തൃശൂർ അരിമ്പൂർ സ്വദേശി ജെയ്സണും മരുന്ന് ലഭിക്കാതെ വന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. പഞ്ചായത്ത് നൽകിയ ഫോട്ടോ കോപ്പി മെഷീൻ ഉപയോഗിച്ച വീട്ടിലിരുന്ന് ഉപജീവനമാർഗം കണ്ടെത്തുന്ന വ്യക്തിയാണ് ജെയ്സൺ. യുവാക്കളെ ഗുരുതരമായി ബാധിക്കുന്ന അപൂർവ വാതരോഗമായ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗബാധിതനുമാണ് ജെയ്സൺ. 2013 മുതൽ ജെയ്സന് ബയോളജിക്കൽ ഇഞ്ചക്ഷൻ നൽകുന്നുണ്ട്. 2021 മുതൽ സർക്കാർ പദ്ധതിയിലൂടെ മെഡിക്കൽ കോളേജ് വഴി ഇഞ്ചക്ഷൻ സൗജന്യമായി ലഭിച്ചിരുന്നു. എന്നാൽ 3 മാസത്തിലധികമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ മരുന്ന് സ്റ്റോക്കില്ലാത്തതിനാൽ ബുദ്ധിമുട്ടിലാണെന്ന് ജെയ്സൺ പറയുന്നു. 2013 തൊട്ട് ഞാൻ മറ്റേ ബയോളജിക്കൽ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2021 തൊട്ട് നമുക്ക് സർക്കാരിന്റെ പദ്ധതി വഴി KSSM നമുക്ക് ഇഞ്ചക്ഷൻ വിതരണം ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ വഴി. 3-4 മാസമായിട്ട് തീരെ വിതരണം ഇല്ലേ മെഡിക്കൽ കോളേജിൽ നിന്ന്. ഈ അസുഖമുള്ളവർക്ക് ഇങ്ങനെ ഒരു മരുന്ന് വിതരണം നിലവിൽ നിലച്ചൊരവസ്ഥയാണ്. ഇന്ത്യയിൽ 1,00,000-7 പേർക്കാണ് ഈ രോഗമുള്ളതെന്നാണ് കണക്ക്. നട്ടെല്ലിനും ഇടുപ്പെല്ലിനും ബാധിക്കുന്ന ഈ രോഗം മൂലം ദീർഘനേരം ഇരിക്കാനും നിൽക്കാനും കഴിയാത്ത അവസ്ഥയുമാണ്. ക്രമേണ ചലനശേഷി ഇല്ലാതായി വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. ജെയ്സണ് 1 മാസത്തേക്കുള്ള മരുന്ന് കുറഞ്ഞ ഡോസ് പുറമേ നിന്ന് വാങ്ങണമെങ്കിൽ 25,000 രൂപയോളം കണ്ടെത്തണം. തന്നെപ്പോലുള്ള രോഗികൾ ഇതുമൂലം കഷ്ടത അനുഭവിക്കുകയാണെന്നും ജെയ്സൺ പറയുന്നു. ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു അസുഖമാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ തന്നെ ഒരു മാസം ഒരു 25 രൂപയുടെ അടുത്ത് നമുക്ക് മാസത്തിന് തന്നെ കാണേണ്ടി വരും. ഒരു കോഴ്സ് 12 എണ്ണാണ് വേണ്ടത്. ജെയ്സന്റെ വിവരമറിഞ്ഞ കാണാനെത്തിയ MLA C രവീന്ദ്രനാഥിന് നിവേദനം നൽകിയിട്ടുണ്ട്. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗബാധിതരുടെ സംഘടനയും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം അയച്ച് കാത്തിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ.